നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ടോപ്പിക്കാണ്. ഓൾറെഡി ഒരു സോൾ ട്രേഡറുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു. അതിനകത്ത് ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കിയായിരുന്നു അല്ലെ? യെസ്. സോ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് ഓക്കെ ആണോ? സോ ആ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് ഒരു പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 4 പാർട്ണർഷിപ്പ് എന്താണ് എന്നതിനെ പറ്റി ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. സോ ആസ് പെർ സെക്ഷൻ 4 ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് 1932, പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. അതായത് രണ്ടോ രണ്ടിലധികമോ ആൾക്കാർ ചേർന്ന് എന്ത് തുടങ്ങുന്നു? ഒരു ബിസിനസ് തുടങ്ങുന്നു. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ലോസും ഷെയർ ചെയ്യും എന്നുള്ളത് ഇംപ്ലൈഡ് ആണ്, പക്ഷെ അത് എടുത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എടുത്തു പറയുന്നത് എഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഒന്നെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ എല്ലാവർക്കും കൂടെ വേണ്ടി ചെയ്യുന്നു. ഓക്കെ ആണോ? സോ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്, അതിനെയാ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ പാർട്ണർഷിപ്പ് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. എന്താ അവരുടെ ഇടയിലുള്ള എഗ്രിമെന്റ്? എഗ്രി ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ലോസും ഷെയർ ചെയ്യുന്നുള്ള കാര്യം ഇംപ്ലൈഡ് ആണ്. ക്ലിയർ ആണോ? യെസ്. ഈ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്? എയ്തർ എന്താ പറയുന്നത്, ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ഓക്കെ അല്ലേ? യെസ്. ഇതിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഇതിനകത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്, രണ്ടോ രണ്ടിലധികമോ ആൾക്കാർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ക്ലിയർ ആണോ? എന്തിനു വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റാ? പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെന്റ്. ഓക്കെ ആണോ? സോ ആസ് പെർ സെക്ഷൻ 5 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932, ദ റിലേഷൻ ഓഫ് പാർട്ണേഴ്സ് അറൈസ് ഫ്രം കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ടീസ്. ക്ലിയർ ആണോ? പാർട്ടികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് വഴിയാണ് പാർട്ണർഷിപ്പ് രൂപം കൊള്ളുന്നത്. ഓക്കെ ആണോ? അല്ലാതെ സ്റ്റേറ്റസ് കൊണ്ടല്ല എന്ത് വരുന്നത്, പാർട്ണർഷിപ്പ് വരുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഒരു ഹിന്ദു ജോയിന്റ് ഫാമിലി നിങ്ങൾ ജനിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ HUFന്റെ ഭാഗമാകും. അപ്പൊ നിങ്ങൾ ആ ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളത് കാരണമാണ് HUFന്റെ ഭാഗമാകുന്നത്. ഒരിക്കലും ഇങ്ങനെയല്ല പാർട്ണർഷിപ്പിൽ വരുന്നത്. പാർട്ണർഷിപ്പിൽ നിങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. ഓക്കെ ആണോ? കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. എന്നാൽ മാത്രമേ പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിൽ നിങ്ങൾ ഭാഗമാവുകയുള്ളൂ. ഓക്കെ ആണോ? സോ പാർട്ണർഷിപ്പ് അറൈസസ് ഫ്രം കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ടീസ്. ഓക്കെ ആണ്? ഈ സെക്ഷൻസ് ഒന്നും നോക്കേണ്ട, ജസ്റ്റ് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഫോർമൽ എഗ്രിമെന്റ് ആകാം. ക്ലിയർ? ഫോർമൽ ഓർ റിട്ടേൺ എഗ്രിമെന്റ് ആകാം. പക്ഷെ അത് വേണമെന്ന് ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ഫോർമൽ ഓർ റിട്ടേൺ എഗ്രിമെന്റ് ഈസ് നോട്ട് നെസസറി ടു ക്രിയേറ്റ് എ പാർട്ണർഷിപ്പ്. ഒന്നുകിൽ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതില്ല. ഓറൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ആണെങ്കിലും കുഴപ്പമില്ല. വാക്കാൽ പറഞ്ഞും ഒരു പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. രണ്ട് വ്യക്തികൾ എയും ബിയും പറയുകയാണ്, നമുക്ക് ബിസിനസ് ചെയ്യാം, ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം നമുക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ വാക്കാൽ മാത്രം പറഞ്ഞു പാർട്ണർഷിപ്പ് ഫോം ചെയ്യാം ആസ് പെർ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. പക്ഷെ ഇതിന്റെ കുഴപ്പം, നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഇങ്ങനെ പാർട്ണർഷിപ്പ് നിലനിൽക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്കൊരു ഡോക്യുമെന്റിന്റെ സഹായമില്ല. അതുകൊണ്ട് ഓറൽ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഫോം ചെയ്യാം, പക്ഷെ കോടതിയിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് എപ്പോഴും അഡ്വൈസബിൾ എന്താണ്, റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് തന്നെ കൊണ്ടുവന്ന് പാർട്ണർഷിപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. either ഓറൽ ആയിട്ടും നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടും ഫോം ചെയ്യാം. ക്ലിയർ ആണോ? ബെറ്റർ റിട്ടേൺ ആയി, ഫോർമൽ ആയി തന്നെ ഫോം ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ ഫീച്ചർ, ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ട് എന്നുള്ളത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ, ഇതൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം തുടങ്ങുന്നത്. ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം തുടങ്ങുന്നത്. അതായത് ചാരിറ്റി പർപ്പസിന് വേണ്ടി രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വരുന്നു, അതൊരിക്കലും പാർട്ണർഷിപ്പ് ആകില്ല. കാരണം ചാരിറ്റി ഒരു ബിസിനസ് അല്ല.
ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഒന്നെങ്കിൽ ട്രേഡിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലോ എൻഗേജ്ഡ് ആകും. ക്ലിയർ ആണോ? എന്നാൽ മാത്രമേ അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റൂ? പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റൂ. ക്ലിയർ ആണോ? സോ ബിസിനസ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഫോം ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ ബിസിനസ്. ബിസിനസ്സിൽ മാത്രമേ പാർട്ണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ എഗ്രിമെന്റ് ഉണ്ട് എന്ന് വിചാരിച്ച് പാർട്ണർഷിപ്പ് ആകത്തില്ല. ആ എഗ്രിമെന്റ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, എന്നാലേ അത് പാർട്ണർഷിപ്പ് ആകത്തുള്ളൂ. ചാരിറ്റി ചെയ്യാൻ വേണ്ടി രണ്ടുപേർ എഗ്രി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകും, ഒരിക്കലും പാർട്ണർഷിപ്പ് ആകില്ല. പാർട്ണർഷിപ്പ് ആകണമെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ആ എഗ്രിമെന്റ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കണം. ഓക്കെ ആണോ? ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ ആണോ? യെസ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ആയിരിക്കാം, വാങ്ങി വിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒക്യുപ്പേഷൻ ആയിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആയിരിക്കാം. അത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭത്തിന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങൾ മറ്റൊരു വ്യക്തിയും അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരും ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെയാണെങ്കിലേ അത് പാർട്ണർഷിപ്പ് ആകൂ. സോ ഒന്നാമത്തെ പോയിന്റ്, അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഈ എഗ്രിമെന്റ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടും ബിസിനസ്സിന് ലഭിക്കുന്ന ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ആണ് അത്, ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. ക്ലിയർ ആണോ? ഒരു എഗ്രിമെന്റ് ഉണ്ട്, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ലാഭം ഷെയർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. The persons concerned must agree to share profit of business. ബിസിനസിന്റെ പ്രോഫിറ്റ്, ലാഭം ഷെയർ ചെയ്യാൻ അവർ എഗ്രി ചെയ്യണം, എന്നാലേ അതിനെ പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? യെസ്. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 does not insist upon sharing of loss. നഷ്ടം ഷെയർ ചെയ്യണം എന്നവിടെ പറയുന്നില്ല. ക്ലിയർ ആണോ? യെസ്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ നഷ്ടം ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഉണ്ടായിരിക്കേണ്ടത് എന്താ? ലാഭം ഷെയർ ചെയ്യണം എന്നൊരു ക്ലോസ് ആ എഗ്രിമെന്റിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? നഷ്ടം ഷെയർ ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞില്ലേലും കുഴപ്പമില്ല, പക്ഷെ ഉറപ്പായും പറഞ്ഞിരിക്കണം ലാഭം ഷെയർ ചെയ്യണം. ഈക്വലി ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഏത് റേഷ്യോയിൽ പറയുന്നു ആ റേഷ്യോയിൽ ഷെയർ ചെയ്താൽ മതി. ഓക്കെ ആണോ? പക്ഷെ ലാഭം ഷെയർ ചെയ്യണം എന്നുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? നഷ്ടം ഷെയർ ചെയ്യണം എന്നൊരു പ്രൊവിഷൻ ഇല്ലേലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? യെസ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. നാലാമത്തെ പോയിന്റ്, പാർട്ണർഷിപ്പിൽ മ്യൂച്വൽ ഏജൻസി ഉണ്ട്. മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ണറും മറ്റു പാർട്ണേഴ്സിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നു. ഒരു പാർട്ണർഷിപ്പിൽ 3 പേരുണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും സിയും. എ ബിയുടെയും സിയുടെയും ഏജന്റ് ആണ്, ബി എയുടെയും സിയുടെയും ഏജന്റ് ആണ്, സി എയുടെയും ബിയുടെയും ഏജന്റ് ആണ്. ക്ലിയർ ആണോ? അങ്ങനെ പരസ്പരം ഏജന്റായി പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ? യെസ്. ഞാനൊരു വ്യക്തിയാണ്, അടുത്തൊരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ബി എന്റെ ഏജന്റ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ബി ഈസ് മൈ ഏജന്റ് ആൻഡ് ബിയെ സംബന്ധിച്ച് ഞാൻ ബിയുടെ പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആണോ? സോ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ ആണോ? ഞാൻ എ, ബി ഉണ്ട്, ബി എന്റെ ഏജന്റ് ആണെങ്കിൽ ഫോർ എ ബി ഈസ് എസ് ഏജന്റ്, ഫോർ ബി എ ഈസ് ബിസ് പ്രിൻസിപ്പിൾ. എ ബിയുടെ പ്രിൻസിപ്പിളും ബി എയുടെ ഏജന്റുമാണ്. ഇതേപോലെ പാർട്ണർഷിപ്പിൽ ഓരോ പാർട്ണേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഏജന്റും പ്രിൻസിപ്പിളും ആകുന്നു ഒരേ സമയം. ക്ലിയർ ആണോ? മ്യൂച്വൽ ഏജൻസി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു പരിണിത ഫലം എന്താ? ഒരാള് ചെയ്യുന്ന പ്രവൃത്തി മറ്റാൾക്കാരെയും ബൈൻഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? യെസ്. So it means that the business is to be carried on by all or any of them acting for all. ബിസിനസ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും, എല്ലാ പാർട്ണേഴ്സിനും കൂടെ ഒരുമിച്ച് ചെയ്യാം. Thus, if the person carrying on the business act not only for himself but for others also, so that they stand in the position of principal and agent, they are partners. Clear ആണോ? ഓക്കെ അല്ലേ? സോ ഓരോ വ്യക്തിയും, പാർട്ണർഷിപ്പിലെ ഓരോ വ്യക്തിയും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ള ആൾക്കാർക്കും കൂടെ വേണ്ടി ചെയ്യുന്നു എന്ന രീതിയിലാണ് അവിടെ കാണുന്നത്. സോ ഓരോ വ്യക്തിയും മറ്റു പാർട്ണേഴ്സിന്റെ ആണ്, അവര് പരസ്പരം പ്രിൻസിപ്പൽ ഏജന്റ് എന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. സോ മ്യൂച്വൽ ഏജൻസി പാർട്ണർഷിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. അഞ്ചാമത്തെ പോയിന്റ്, മൈനറിനെ പാർട്ണർ ആക്കാമോ? മൈനറിനെ പാർട്ണർ ആക്കാം.
എ മൈനർ ക്യാൻ ബി ആഡഡ് ഇൻ പാർട്ണർഷിപ്പ് ഫേം. ക്ലിയർ ആണോ? പാർട്ണർഷിപ്പ് ഫേമിൽ തീർച്ചയായിട്ടും മൈനർ 18 വയസ്സ് തികയാത്ത ഒരു വ്യക്തിയെ പാർട്ണർ ആകാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കണ്ടീഷൻ ഉണ്ട്. ഹി ക്യാൻ ബി അഡ്മിറ്റഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓൺലി. ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമേ അയാളെ നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും നഷ്ടം ഷെയർ ചെയ്യാൻ അയാളോട് ആവശ്യപ്പെടാൻ പറ്റില്ല. കാരണം അയാൾ മൈനർ ആണ്. മൈനറെ ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം, ചുരുക്കി പറഞ്ഞാൽ മൈനറുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് മൈനറെ പാർട്ണർഷിപ്പ് ഫേമിൽ ആഡ് ചെയ്യാം ആസ് എ പാർട്ണർ. ഒരിക്കലും നഷ്ടം ഷെയർ ചെയ്യാൻ അയാളോട് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. ഹി കനോട്ട് ബി മെയ്ഡ് ടു ഷെയർ ലോസ്. ഹി കനോട്ട് ബി മെയ്ഡ് ടു ഷെയർ ലോസ് ഓഫ് ദ ഫേം. ക്ലിയർ ആണോ? ഇഫ് ദ പാർട്ണർഷിപ്പ് ഫേം സഫർ ലോസ്, then it will be borne by other major partners in their profit sharing ratio. നഷ്ടമുണ്ടായാൽ മറ്റു പാർട്ണേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, ഒരു ലാഭം ഏത് റേഷ്യോയിൽ വീതിച്ചെടുക്കുന്നോ ആ റേഷ്യോയിൽ നഷ്ടം അവർ വീതിച്ചെടുത്തോണം. ഒരിക്കലും മൈനർ പാർട്ണറെ നഷ്ടം സഹിക്കാൻ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ മൈനർ പാർട്ണർ ക്യാൻ ബി ആഡഡ് ഇൻ പാർട്ണർഷിപ്പ് ഫേം, ബട്ട് ഓൺലി ടു ഷെയർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഒന്നാമത്തെ എന്താണ്? ഒരു പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അത് റിട്ടേൺ എഗ്രിമെന്റ് ആകാം, അല്ലെങ്കിൽ ഓറൽ എഗ്രിമെന്റ് ആകാം. വാക്കാൽ പറയാം, അല്ലെങ്കിൽ എഴുതി ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ആകാം. ഫോർമൽ റിട്ടേൺ എഗ്രിമെന്റ് ആണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമുക്ക് കോർട്ട് ഓഫ് ലോയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പോയി ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും, ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഓറൽ എഗ്രിമെന്റ് ആണെങ്കിൽ ഇത് പറ്റില്ല. രണ്ടാമത്തത്, ഈ എഗ്രിമെന്റ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം, ചാരിറ്റി പർപ്പസിന് വേണ്ടി ഒന്നും ആകരുത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ ട്രേഡ്, ഒക്യുപ്പേഷൻ, പ്രൊഫഷൻ ഇതിനെയാണ് ബിസിനസ് എന്ന ഡെഫിനിഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഈ ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭം ഷെയർ ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ്, ഒരു ക്ലോസ് അവിടെ ആ എഗ്രിമെന്റിൽ ഉണ്ടായിരിക്കണം. പ്രോഫിറ്റ് ഷെയർ ചെയ്യും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കണം. പക്ഷെ ലോസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേലും കുഴപ്പമില്ല, പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലേലും കുഴപ്പമില്ല. പക്ഷെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കണം. അതുപോലെ ഓരോ പാർട്ട്നേഴ്സും പരസ്പരം മ്യൂച്വൽ ആയിട്ട് ഏജന്റ് ആയിട്ട് വർത്തിക്കുന്നു. മ്യൂച്വൽ ഏജൻസി ഉണ്ട്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ്, മൈനർക്ക് പാർട്ണർ ആകാം, പക്ഷെ ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമേ അയാളെ പാർട്ണർ ആക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എത്ര പാർട്ട്നേഴ്സ് മിനിമം വേണം? മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഒരു പാർട്ണർഷിപ്പ് ഫേം ഫോം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ മിനിമം 2 persons ആർ റിക്വയർഡ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി മാക്സിമം എത്ര പാർട്ട്നേഴ്സ് വേണം? ഇത് കുറച്ച് ട്രിക്കിയാണ്. വൺ സിംഗിൾ ആൻസർ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദ മാക്സിമം പേഴ്സൺസ് ദാറ്റ് ക്യാൻ ബി അഡ്മിറ്റഡ് ഇൻ എ പാർട്ണർഷിപ്പ് ഇസ് 50. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. മിനിമം 2 ആണ്, മാക്സിമം 50 ആണ്. ക്ലിയർ ആണോ? പക്ഷേ 100 വരെ പോകാം. ഓക്കെ ആണോ? 100 വരെ പോകാം. ഓക്കെ അല്ലെ? ആസ് പെർ സെക്ഷൻ 464 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം നോ അസോസിയേഷൻ ഓഫ് പാർട്ണർഷിപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ 100% ഓഫ് may be prescribed shall be formed for the purpose of carrying on any business. അതായത് കമ്പനീസ് ആക്ട് പറയുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുകയാണെങ്കിൽ 100-ൽ കൂടരുത്, 100-ൽ കൂടാൻ പാടില്ല, 100-ൽ കൂടാൻ പാടില്ല. 100-ന്റെ താഴെ ആയിരിക്കണം മെമ്പേഴ്സ്. ക്ലിയർ ആണോ? ഇനി റൂൾ 10 ഓഫ് കമ്പനി ഇൻകോർപ്പറേഷൻ റൂൾ 2014 പ്രകാരം ഈ ലിമിറ്റ് 100-ൽ താഴെ ആയിരിക്കണം എന്ന് പറയുന്നത്. ഈ ലിമിറ്റ് 50 ഇപ്പോൾ നിജപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇത് വേണമെങ്കിൽ 50-ൽ നിന്ന് കൂട്ടാം. 50-ൽ നിന്ന് കൂട്ടിയാലും 100-ന് മുകളിൽ പോകാൻ പറ്റില്ല. അപ്പൊ 100 മാക്സിമം ലിമിറ്റ്. ഇപ്പോൾ ഈ മാക്സിമം ലിമിറ്റ് 100-നകത്തുള്ള ഏത് ഫിഗറും ആകാം. ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് 50 മാക്സിമം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? നിങ്ങളോട് ചോദ്യത്തിൽ ചോദിക്കുകയാണ് മാക്സിമം എത്ര പാർട്ട്നേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 എന്ന് എഴുതിയാൽ മതി. കമ്പനീസ് ആക്ട് പ്രകാരം മാക്സിമം എത്ര വരെ ആകാം എന്ന് ചോദിച്ചാൽ 100 വരെ ആകാം. ഇപ്പോൾ 50-ൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. മിനിമം 2 പേരെങ്കിലും വേണം. മാക്സിമം ഇപ്പം 50 ഇത് വേണമെങ്കിൽ നാളെ മാറ്റാം, 50-ൽ കൂട്ടാം. 50-ൽ കൂട്ടിയാലും 100-നപ്പുറം പോകാൻ പറ്റില്ല. കാരണം 100-നപ്പുറം പോകരുത് എന്ന് കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? സോ മിനിമം പാർട്ട്നേഴ്സ് 2 വേണം, മാക്സിമം 50 വേണം. ഈ മാക്സിമം 50 എന്ന ലിമിറ്റ് വേണമെങ്കിൽ ഉയർത്താം, ബട്ട് ഇറ്റ് ഷുഡ് നെവർ എക്സീഡ് 100 മെമ്പേഴ്സ്. ക്ലിയർ ആണോ? സോ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. ഇതാണ് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനെ പറ്റി പ്രധാനമായും പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പാർട്ണർഷിപ്പിനെ പറ്റി ഇത്രയും നേരം പറഞ്ഞതിനകത്ത്? മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞതിനകത്ത് ഡൗൺ ഉണ്ടോ? മിനിമം എത്ര മെമ്പേഴ്സ് വേണം? 2 പേര്. മാക്സിമം എത്ര? 50 മാക്സിമം. ഈ 50 എന്ന ലിമിറ്റ് ഉയർത്താം.
പക്ഷെ ഉയർത്തിയാലും 100-നപ്പുറം പോകരുത്. കാരണം കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട് 100-ന് മുകളിൽ മെമ്പേഴ്സ് ഉള്ള ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? സോ 100 മാക്സിമം വരെ പോകാം. പക്ഷെ ഇപ്പൊ ഈ മാക്സിമം ലിമിറ്റ് 50 നിജപ്പെടുത്തിയിട്ടുണ്ട്. സോ മിനിമം 2 ആൻഡ് മാക്സിമം 50 എന്ന രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു പാർട്ണർഷിപ്പ് ഫേം ക്ലിയർ ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? എഗ്രിമെന്റ് വേണം. ഈ എഗ്രിമെന്റ് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള എഗ്രിമെന്റ് ആകാം, അല്ലെങ്കിൽ ഓറൽ എഗ്രിമെന്റ്. ഓറൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാ കൊണ്ട് പറയുന്നു, അത് മാത്രമേ ഉള്ളൂ. ഒന്നും എഴുതി ഒരു ഡോക്യുമെന്റ് ആയി വെക്കുന്നില്ല, ജസ്റ്റ് പറയുന്നു. പരസ്പര വിശ്വാസത്തിന്റെ പുറത്ത് ഒരു പാർട്ണർഷിപ്പ് തുടങ്ങും. ക്ലിയർ ആണോ? ഓറൽ എഗ്രിമെന്റ് ആണെങ്കിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. ഒരു കോർട്ട് ഓഫ് ലോയിൽ പോയി ചലഞ്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല. റിട്ടേൺ ആണെങ്കിൽ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉണ്ട്, തെളിവുണ്ട്. റിട്ടേൺ ആയിട്ടാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ റിട്ടേൺ എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. ക്ലിയർ ആണോ? റിട്ടേൺ എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. The relationship between the partners is governed by mutual agreement known as partnership deed. ഇത് റിട്ടേൺ എഗ്രിമെന്റ് ആണ്. ഓക്കെ അല്ലെ? സോ ആ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ പാർട്ണർഷിപ്പ് ഫേമിന്റെ നെയിം, എത്ര പാർട്ണേഴ്സ് ഉണ്ട്, ആ പാർട്ണേഴ്സിന്റെ നെയിം, അവരുടെ അഡ്രസ്സും കാര്യങ്ങളും. ഈ പാർട്ണർഷിപ്പ് ഫേം എന്ന് തുടങ്ങി, കമൻസ്മെന്റ്. ക്ലിയർ? യെസ്. അതുപോലെ എത്ര നാളത്തേക്കാണ് പാർട്ണർഷിപ്പ് ഫേം അവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്. ഇനി എത്ര ക്യാപിറ്റലായി പാർട്ണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഓരോ പാർട്ണറും എത്ര കൊണ്ടുവന്നു. ക്ലിയർ ആണോ? ഇനി പാർട്ണേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോയിങ്സ് ഇതിനകത്ത് നിന്ന് എടുക്കാമെങ്കിൽ എത്രയാണ് അലൗഡ് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്, എമൗണ്ട് ടു ബി അലൗഡ് ടു ഈച്ച് പാർട്ണർ ഡ്രോയിങ്സ്. ഓക്കെ ആണോ? അതുപോലെ ഏതൊക്കെ ടൈമിൽ ഈ ഡ്രോയിങ്സ് എടുക്കാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി പാർട്ണേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ മേൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര റേറ്റിൽ കൊടുക്കണം, പെർസെന്റേജ് എത്ര കൊടുക്കണം. ഇനി പാർട്ണറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്താൽ ആ ലോണിന് എത്ര പെർസെന്റേജ് കൊടുക്കണം. ഇനി പാർട്ണർ ഡ്രോയിങ്സ് ആയിട്ട് പൈസ എടുത്തോണ്ട് പോയാൽ പാർട്ണറിന്റെ കയ്യിൽ നിന്ന് എത്ര എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം അയാൾ എടുത്തോണ്ട് പോയ പൈസക്ക്. ഇതൊക്കെ വ്യക്തമായി പാർട്ണർഷിപ്പ് ഡീഡിൽ പറയും. ഇനി പ്രോഫിറ്റും ലോസും നിങ്ങൾ ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. ക്ലിയർ ആണോ? യെസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാർട്ണർക്ക് സാലറി കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 4 പാർട്ണേഴ്സ് ഉണ്ട്, അതിൽ ഒരാളാണ് മറ്റുള്ളവർക്കും കൂടെ വേണ്ടി പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നത്. അപ്പം മറ്റു 3 പേര് പറയുകയാണ്, ഇവൻ നമുക്ക് വേണ്ടി ചെയ്യല്ലേ, ഇവന് സാലറി ആയിട്ട് ഇത്ര രൂപയും കൂടെ കൊടുത്തേക്കാം, അവൻ ഇത്ര കഷ്ടപ്പെടുന്നതല്ലേ. സോ അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര സാലറി കൊടുക്കണം, അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കും. കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കും. എനി വേരിയേഷൻ മ്യൂച്വൽ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണർ, പാർട്ണേഴ്സിന്റെ ഡ്യൂട്ടീസിലും റൈറ്റിലും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കും. ഇനി പാർട്ണർഷിപ്പിന്റെ ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യണം, ഗുഡ്വിൽ വാല്യുവേഷൻ, അത് ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം, ആ കാര്യമെല്ലാം പറഞ്ഞിരിക്കും. ഓക്കെ ആണോ? ഇനി ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, പാർട്ണർഷിപ്പിൽ നിന്ന് പുറകോട്ട് പോകാൻ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ നിന്ന് എക്സിറ്റ് ആകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണ്, അയാൾക്ക് ഏത് രീതിയിൽ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്യണം, പ്രോപ്പറായി പാർട്ണർഷിപ്പ് ഡീഡിൽ പറയും. ഓക്കെ ആണോ? ഇനി ഏതെങ്കിലും ഒരു പാർട്ണർ മരിച്ചു പോവുകയാണെങ്കിൽ, ഡിസീസ്ഡ് പാർട്ണർ, അയാളുടെ എക്സിക്യൂട്ടർ, അതായത് അയാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി, അയാളുടെ ലീഗൽ ഹെയർ ആകാം, അയാളുടെ അഡ്വക്കേറ്റ് ആകാം, അയാളുടെ എക്സിക്യൂട്ടർ. ക്ലിയർ ആണോ? അയാളെ ആ എക്സിക്യൂട്ടറെ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം, ക്ലിയർ, ആരായിരിക്കണം അയാളുടെ എക്സിക്യൂട്ടർ. അതുപോലെ ഈ മരിച്ചുപോയ വ്യക്തിയുടെ എക്സിക്യൂട്ടർക്ക് എങ്ങനെ പേയ്മെന്റ് കൊടുക്കണം, അയാൾക്ക് അവകാശപ്പെട്ട പൈസ എങ്ങനെ പേയ്മെന്റ് കൊടുക്കണം. ഓക്കെ ആണോ? അതുപോലെ ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആവുന്നു, പാപ്പരായി പോകുന്നു, ഇൻസോൾവെന്റ് ആകുന്ന സമയത്ത് നഷ്ടങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? യെസ്. അയാളുടെ ഇൻസോൾവൻസി കാരണം ഫേമിന് ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇനി പാർട്ട്നേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഉണ്ടായി, തർക്കമുണ്ടായി, അതെങ്ങനെ സെറ്റിൽ ചെയ്യണം. ഇനി ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ഓഡിറ്റിംഗും കാര്യങ്ങളും എങ്ങനെ നടത്തണം. ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും, ആ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായി എഴുതിയിരിക്കും. അങ്ങനെ റിട്ടേൺ എഗ്രിമെന്റ് ആണ് എന്ത്, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ റിട്ടേൺ എഗ്രിമെന്റ്. Clear? Yes. Which governed by mutual partnership is governed by mutual agreement known as partnership deed. Partnership deed ആണ് mutual agreement between the partners, the written agreement. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓറൽ എഗ്രിമെന്റ് ആയിട്ടും ചെയ്യാം. പക്ഷെ നിങ്ങൾ പരസ്പരം പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയത്തുള്ളൂ, അതിനൊരു സാക്ഷിയില്ല, അതിനെന്തില്ല, ഒരു ഡോക്യുമെന്റ് ഇല്ല, സോ തെളിവില്ല. മറ്റേ പാർട്ണർ നിങ്ങളെ ചതിച്ചാൽ കോടതിയിൽ പോയി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റെമഡിയും സീക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
ക്ലിയർ ആണോ? സോ ഓറൽ എഗ്രിമെന്റിനേക്കാളും എപ്പോഴും ബെറ്റർ റിട്ടേൺ ആൻഡ് ഫോർമൽ എഗ്രിമെന്റ്, അതായത് ഒരു പ്രോപ്പർ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമേ കോടതിയിൽ നിലനിൽക്കത്തുള്ളൂ. ക്ലിയർ? അതാ താഴെ പറയുന്നത്, ഒരു പാർട്ണർഷിപ്പ് ഫേം ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഓറൽ എഗ്രിമെന്റിന്റെ ബേസിസിൽ എന്ത് ചെയ്യാം? ഒരു പാർട്ണർഷിപ്പ് രൂപീകരിക്കാം. രജിസ്റ്റർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേംസ് ആണെങ്കിൽ, ക്ലിയർ ആണോ, പാർട്ട്നേഴ്സിന് എന്തെടുക്കാൻ പറ്റത്തില്ല? പാർട്ട്നേഴ്സിന് ലീഗൽ ആക്ഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല. ദേ റെസ്ട്രിക്ട് ദ പാർട്ട്നേഴ്സ് ഓർ ദ ഫേം ഫ്രം ടേക്കിംഗ് എനി ലീഗൽ ആക്ഷൻ. കാരണം കോടതി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ ഡോക്യുമെന്റ്സ് ഇല്ല. കോടതി ചോദിക്കും, നിങ്ങൾ പറയുന്നത് നിങ്ങൾ പാർട്ട്നേഴ്സ് ആണ്, എന്താണ് തെളിവ്? ഒരു തെളിവും അവിടെ ഇല്ല. ക്ലിയർ? യെസ്. ഇനി റിട്ടേൺ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് യാതൊരുവിധ റെമഡിയും സീക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ റിട്ടേൺ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടെങ്കിലോ എന്ത് ചെയ്യാം? റെമഡി സീക്ക് ചെയ്യാം. ക്ലിയർ? യെസ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനിയും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡില് ചില കാര്യങ്ങൾ പറയുന്നില്ല എന്ന് വിചാരിക്കുക. പാർട്ണർഷിപ്പ് ഡീഡ് ചില കാര്യങ്ങൾ പറയുന്നില്ല. പാർട്ണർഷിപ്പ് ഡീഡിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ നേരെ നോക്കേണ്ടത് പാർട്ണർഷിപ്പ് ആക്ടിലോട്ടാണ്. പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കണം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, റൂൾസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ അത് പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞതുപോലെ ചെയ്യുക. ഓക്കെ ആണോ? യെസ്. അതായത് ഓരോ കേസായിട്ട് പറയാം. പാർട്ണർഷിപ്പ് ഡീഡ് സാധാരണ പറയും, സാലറിയോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ സാലറി ഇത്ര രൂപ കൊടുക്കണം പാർട്ണർക്ക് കൊടുക്കണമെങ്കിൽ. അങ്ങനെ പറയുന്നില്ല പാർട്ണർഷിപ്പ് ഡീഡിൽ. അതിനെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് അബൌട്ട് സാലറി പേയ്മെന്റ്. ഏതെങ്കിലും പാർട്ണർക്ക് സാലറി കൊടുക്കണം എന്നതിനെ പറ്റി പാർട്ണർഷിപ്പ് ഡീഡ് ഒന്നും പറയുന്നില്ല. പാർട്ണർഷിപ്പ് ഡീഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലോസേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നേരെ പാർട്ണർഷിപ്പ് ആക്ട് നോക്കുക. പാർട്ണർഷിപ്പ് ആക്ട് എന്താ പറയുന്നത്? ഇങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ സാലറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നോ പാർട്ണർ ഹാസ് ദ റൈറ്റ് ടു എ സാലറി. ഒരു പാർട്ണർക്ക് സാലറി കിട്ടാനുള്ള റൈറ്റ് ഇല്ല. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞാൽ മാത്രം പാർട്ണർക്ക് സാലറി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ മേൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള കാര്യം വ്യക്തമായി എവിടെ പറയണം? വ്യക്തമായിട്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ പറയണം. ഇങ്ങനെ ഇൻട്രസ്റ്റിനെ പറ്റി പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഈസ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ മേൽ യാതൊരു ഇൻട്രസ്റ്റും കൊടുക്കണ്ട. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി. അതുപോലെ പാർട്ണർ എടുത്തുകൊണ്ട് പോകുന്ന പൈസ സ്വന്തം ആവശ്യത്തിന് ഡ്രോയിങ്സിന്റെ മേൽ പാർട്ണറുടെ മേൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, നീ 6% ഇൻട്രസ്റ്റ് 5% ഇൻട്രസ്റ്റ് അത് പറയണമെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ അത് എഴുതി വെച്ചിരിക്കണം. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റി. അങ്ങനെയാണെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഈസ് ടു ബി ചാർജ് ഓൺ ഡ്രോയിങ്സിന്റെ മേൽ ഒരു ഇൻട്രസ്റ്റും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? ഇനി അടുത്തത്, പാർട്ണറിന്റെ കയ്യിൽ നിന്ന് ലോൺ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? പാർട്ണറിന്റെ കയ്യിൽ ലോൺ എടുക്കും, അപ്പൊ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? പലിശ കൊടുക്കേണ്ടത് എവിടെ പറയും? പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായി പറയും ഇത്ര ശതമാനം പലിശ കൊടുക്കണം. ഇങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇത്ര ശതമാനം എന്ന് പറയുന്നില്ല പലിശ കൊടുക്കേണ്ടതിനെ പറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് പാർട്ണർഷിപ്പ് ആക്ട് പറയുന്നുണ്ട്. ഒന്നും പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ 6% പെർ ആനം എന്ന നിരക്കില് പാർട്ണറുടെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോണിന് ഇൻട്രസ്റ്റ് പേ ചെയ്തേ പറ്റൂ. ക്ലിയർ ആണോ? നിങ്ങളുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇനി 3% എന്ന് പറയുന്നത് അത് ഫോളോ ചെയ്തോളൂ, അല്ലെങ്കിൽ 8% അത് ഫോളോ ചെയ്തോളൂ. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 6% പെർ ആനം എന്ത് കൊടുത്തിരിക്കണം? ലോണിന്റെ മേൽ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ക്ലിയർ ആണോ? ഇനി നിങ്ങളുടെ പാർട്ണർഷിപ്പ് ഡീഡില് പ്രോഫിറ്റും ലോസും എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഷെയർ ചെയ്യേണ്ട റേഷ്യോ പറഞ്ഞിട്ടില്ല, ഒന്നും തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റും ലോസും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആർ ടു ബി ഷെയർഡ് ഈക്വലി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ആൻഡ് ഒരു കാര്യം കൂടെ നോക്കുക, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് സാലറി മേ ബി പെയ്ഡ് ടു എ പാർട്ണർ ഓൺലി ഇഫ് ദർ ഇസ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും ഒക്കെ പേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ ആണോ? ഈവൻ ഇഫ് നമ്മളുടെ ഡി പറഞ്ഞിട്ടുണ്ട് ഇത്ര പേ ചെയ്യണം, പക്ഷെ ഡി പറഞ്ഞിട്ടില്ല, ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം പേ ചെയ്താൽ മതി. നഷ്ടത്തിലാണെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട, പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഡി പറഞ്ഞിട്ടില്ലെങ്കിൽ സാലറിയും കൊടുക്കണ്ട, ക്യാപിറ്റലും കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാനും പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന 6% ഇൻട്രസ്റ്റ് കൊടുക്കാം ലോണിന്റെ മേല്. അതുപോലെ പ്രോഫിറ്റും ലോസും ഈക്വൽ ആയിട്ടും ഷെയർ ചെയ്യാം. അതാണ് പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആകുന്ന സിറ്റുവേഷനിൽ എടുക്കണം. അപ്പൊ പാർട്ണർഷിപ്പ് ഡീഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നേരെ ആക്ടിലോട്ട് പോവുക. ആക്ട് പറയുന്നത് ഈ പോയിന്റ്സ് ആണ്. ക്ലിയർ ആണോ?
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഓക്കെ. അടുത്തത് പവർ ഓഫ് ഈ റെമ്യൂണറേഷൻ എന്ന് പറയുന്നതും സാലറി തന്നെയല്ലേ? ഓ, ഏത് തരത്തിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കണമെങ്കിലും, സാലറി ഓർ എനി കൈൻഡ് ഓഫ് റെമ്യൂണറേഷൻ, ഏത് തരത്തിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കണമെങ്കിലും അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. പറയാത്ത പക്ഷം ഒന്നും തന്നെ കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് തന്നെ പാർട്ണർക്ക് കൊടുക്കണമെങ്കിലും പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാം. നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് കൊടുക്കാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആക്ടിൽ പറഞ്ഞതുപോലെ ചെയ്യണം. ആക്ടിൽ പറയുന്ന ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട. ക്ലിയർ ആണ്? യെസ്. ഇനി ഒരു പാർട്ണറുടെ പവർ ആണ്. Partners are supposed to have the power to act in certain matters and not to have such power in others. ചില കാര്യങ്ങളിൽ ആക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, മറ്റു ചില കാര്യങ്ങളിൽ അവർക്ക് ആക്ട് ചെയ്യാനുള്ള അധികാരമില്ല. In other words, unless a public notice has been given to the contrary, certain contracts entered into by a partner on behalf of partnership, even without consulting other partners, are binding on the firm, and a provision of act relating to the question will apply. പറഞ്ഞ സംഭവം ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. 3 പേര് പാർട്ണർഷിപ്പിലുണ്ട്, എയും ബിയും സിയും. എ ആ ഫേമിന് വേണ്ടി എന്ത് തന്നെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താലും ബിയും സിയും ലയബിൾ ആയിരിക്കും. അതാണ് അവിടെ പറയുന്നത്. ബിയും സിയും ലയബിൾ ആകാതിരിക്കണമെങ്കിൽ ബിയും സിയും ഒരു പബ്ലിക് നോട്ടീസ് പറയണം. എ ഈ ചെയ്ത സംഭവമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഫേം ഒരു പബ്ലിക് നോട്ടീസ് പുറപ്പെടുവിക്കണം, എ ഈ എൻ്റർ ചെയ്ത കോൺട്രാക്റ്റുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം എ പാർട്ണർ ആയിരിക്കെ എ ഏത് തരത്തിലുള്ള കോൺട്രാക്റ്റിലും ഫേമിന് വേണ്ടി എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി പാർട്ട്നേഴ്സും ബൈൻഡിങ് ആയിരിക്കും. ബിക്കോസ് ഓഫ് മ്യൂച്വൽ ഏജൻസി. മ്യൂച്വൽ ഏജൻസി പറയുന്ന ഓരോ പാർട്ണറും മറ്റൊരാളുടെ ഏജന്റായി വർത്തിക്കും. സോ ഒരു പാർട്ണർ ഫേമിന് വേണ്ടി എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് കൂടെ വേണ്ടി ചെയ്തതുപോലെയാണ്. ഓക്കെ ആണോ? അതുകൊണ്ട് എല്ലാ പാർട്ണേഴ്സും ബൈൻഡഡ് ആയിരിക്കും ബൈ ദ ആക്ട് ഓഫ് ദാറ്റ് പാർട്ണർ. അങ്ങനെ ബൈൻഡഡ് ആകണ്ട എങ്കിൽ അവരൊരു പബ്ലിക് നോട്ടീസ് കൊടുത്തിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടെ അത് വായിക്കാം.